ക്ലാസ്സിൽ എക്സസൈസ് 9.3-ലെ 8th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ടർ ഈസ് pouring into a cuboidal reservoir at the rate of 60 liters per minute. If the volume of reservoir is 108 meter cube, find the number of hours it will take to fill the reservoir. അപ്പോൾ നമുക്കിവിടെ റിസർവോയറിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പെർ മിനിറ്റിൽ 60 ലിറ്റർ വെള്ളമാണ് അതിലേക്ക് ഒന്ന് നിറയുന്നത് അല്ലേ. അതിലേക്ക് വരുന്നത് എത്രയാണ്? ഒരു മിനിറ്റിൽ 60 ലിറ്റർ വാട്ടറാണ്. അങ്ങനെയെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് ഈ റിസർവോയർ ഫില്ലാവും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് അവേഴ്സ് ഇറ്റ് വിൽ ടേക്ക് ടു ഫിൽ ദ റിസർവോയർ അല്ലേ. റിസർവോയർ ഫിൽ ചെയ്യാനായിട്ട് എത്ര അവേഴ്സ് എടുക്കും? ഇത് നമുക്ക് തന്നിരിക്കുന്നത് വോളിയം ഓഫ് റിസർവോയർ ഈസ് 108 മീറ്റർ ക്യൂബ്. ഈ റിസർവോയറിൻ്റെ വോളിയം എത്രയാണ്? 108 മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറയുമ്പോൾ ഈ റിസർവോയറിൻ്റെ കപ്പാസിറ്റി അല്ലെ, ഇതിൻ്റെ അകത്ത് എത്രമാത്രം വാട്ടർ കൊള്ളും അല്ലെ, അകത്ത് എത്രമാത്രം വാട്ടർ ഉൾക്കൊള്ളും എന്നുള്ളതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 108 മീറ്റർ ക്യൂബ്. കണ്ടുപിടിക്കേണ്ടത് എത്ര മണിക്കൂർ കൊണ്ട് ഇത് നിറയും ഈ റിസർവോയർ. അതുപോലെ ഇതിലേക്ക് മിനിറ്റിൽ വന്നിരിക്കുന്നത് എത്രയാണ്? 60 ലിറ്റർ വാട്ടറാണ് ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഈ വോളിയത്തിനെ നമുക്ക് ടൈം ടേക്കൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടൈം എന്ന് വെച്ചാൽ പെർ മിനിറ്റിലുള്ളത് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതാം. വോളിയം ഈക്വൽ ടു 108 മീറ്റർ ക്യൂബ്. ഇനി ഇവിടെ മീറ്ററാണ്. മീറ്ററിനെ എന്തിലേക്കാക്കി കൺവേർട്ട് ചെയ്യണം? ലിറ്ററിലേക്കാക്കി കൺവേർട്ട് ചെയ്യണം. കാരണം ഒരേ യൂണിറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഒരേ സെയിം യൂണിറ്റ് ആയിരിക്കണം അല്ലേ. ഇത് മീറ്ററും ഇത് ലിറ്ററും ആണെങ്കിൽ പറ്റില്ല. അപ്പോൾ മീറ്ററിനെ നമുക്ക് എന്തിലോട്ടാക്കി മാറ്റണം? ലിറ്ററിലേക്ക്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര ലിറ്ററാണ്? 1 മീറ്റർ ക്യൂബ് ഈസ് 1000 ലിറ്റർ. അപ്പോൾ 108 മീറ്റർ ക്യൂബിനെ എന്തിലേക്കാക്കി മാറ്റണം? ലിറ്ററിലേക്ക്. അപ്പോൾ അതാക്കാനായിട്ട് 108നെ നമുക്ക് എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തിലോട്ടാക്കി മാറ്റാം? ലിറ്ററിലേക്കാക്കി മാറ്റാം. 108 30 അടി കൊടുക്കുക അല്ലേ. അപ്പോൾ ലിറ്റർ. മനസ്സിലായോ? ഇവിടെ മീറ്ററാണ്, നമുക്കതിനെ ലിറ്ററിലോട്ടാക്കി കൺവേർട്ട് ചെയ്യണം. കാരണം ഒരേ യൂണിറ്റാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി തന്നിരിക്കുന്നത് വാട്ടർ per minute എത്രയാണ്? 60 ലിറ്റർ. ഒരു മിനിറ്റിൽ എത്രയായിരുന്നു? 60 ലിറ്റർ. വാട്ടർ പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 ലിറ്റർ. ഇനി കണ്ടുപിടിക്കേണ്ടത് ടൈം ടേക്കൺ. Time taken to fill the reservoir അല്ലേ. ടൈം ടേക്കൺ ടു ഫിൽ ദ റിസർവോയർ. എങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത്? ആ ടോട്ടൽ വോളിയത്തിനെ വാട്ടർ poured പെർ മിനിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വോളിയം ഡിവൈഡഡ് ബൈ വാട്ടർ പെർ മിനിറ്റ്. ഇപ്പോൾ വോളിയം എത്രയായിരുന്നു? നമ്മൾ മീറ്റർ ഇതല്ല എഴുതേണ്ടത്, നമുക്ക് ലിറ്ററിലേക്കാക്കി കൺവേർട്ട് ചെയ്തില്ലേ, ആ വാല്യൂ ആണ് എഴുതേണ്ടത്. ലിറ്ററിലുള്ള വാല്യൂ എഴുതുക. ഡിവൈഡഡ് ബൈ പെർ മിനിറ്റിൽ എത്രയായിരുന്നു? 60. ഇപ്പോൾ രണ്ടും ലിറ്ററിലാണ് അല്ലേ. ഇനി ഈ സീറോയും ക്യാൻസൽ ചെയ്യാം. 6 108ൽ 18 ടൈംസ്. ഇപ്പോൾ 6 10ൽ എത്ര പ്രാവശ്യം പോകും? 1 ടൈം. ബാലൻസ് 4 ഉണ്ട്. 40. ഇവിടെ ഇപ്പോൾ 48ൽ 6 8 ടൈംസ്. 6 8s are 48. ആൻസർ 18. ഇനി 2 0 അല്ലേ. അപ്പോൾ 1800 ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിനിറ്റ്. അപ്പോൾ നമുക്ക് എത്ര ടൈം കിട്ടി? 1800
മിനിറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് മിനിറ്റിലാണ്. ആൻസർ കിട്ടിയ എത്രയിലാണ്? മിനിറ്റിലാണ്. നമ്മളോട് ആൻസർ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് അവേഴ്സ്, എത്ര മണിക്കൂർ എടുക്കുമെന്നാണ്. നമുക്ക് മിനിറ്റിലാണ് ആൻസർ കിട്ടിയത്, പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവേഴ്സിലാണ്. സോ ഈ കിട്ടിയ മിനിറ്റ്സിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇനി അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 1 അവർ അല്ലേ? 60 മിനിറ്റാണ് 1 അവർ. അങ്ങനെയെങ്കിൽ ഈ 1800 മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? കൺവേർട്ട് ടു അവർ. എന്ത് ചെയ്യണം? 1800നെ ഡിവൈഡ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? 60 കൊണ്ട്. കാരണം 60 മിനിറ്റാണ് 1 അവർ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന മിനിറ്റിനെ അവറിലേക്ക് ആക്കാൻ, വലിയ അളവിലേക്ക് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന മിനിറ്റിന് 1800നെ 60 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഈ സീറോ ക്യാൻസലാവും. 6 18ൽ 3 ടൈംസ്. അപ്പോൾ ഇവിടെ ഒരു സീറോ ഉണ്ട്. സോ ആൻസർ ഈസ് 30. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തേക്കുന്ന അവേഴ്സിലേക്കല്ലേ? അപ്പോൾ 30 അവേഴ്സ്. ഇനി നമുക്കെടുത്തെഴുതാം. Therefore, number of hours taken to fill the reservoir. Number of hours taken to fill the reservoir എത്രയാ? 30 hours. അപ്പോൾ 30 hours കൊണ്ട് ആ റിസർവോയർ ഫില്ലാവും. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.